ശ്രീ മോഹനൻ, സെലബിയിലുള്ള ആശങ്ക ഞാനുമായി ആദ്യം പങ്കുവച്ചത് താങ്കളാണ്. ഞാൻ ആമുഖത്തിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ചു. താങ്കൾ ഈ വേദിയിൽ പലതും തുറന്നു പറഞ്ഞു. അതിലുള്ള കലിപ്പ് കൊണ്ടാണെന്ന് അനുമാനിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും താങ്കളുടെ മകളുടെ മൊബൈൽ ഫോണിലേക്ക് ഇന്ന് വാട്സപ്പ് കോൾ വന്നു. അതിനുശേഷം വല്ല ത്രെട്ടനിങ് കോളും വന്നോ? പിന്നെ നമസ്കാരം എല്ലാവർക്കും. അതിനുശേഷം ത്രെട്ടനിങ് കോളൊന്നും വന്നില്ല സാർ. ആക്ച്വലി അത് എന്റെ മകളുടെ ഫോണിലേക്കാണ് വന്നത്. കേൾക്കുന്നുണ്ടല്ലോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മകളുടെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി? സാർ, അതാണ് എനിക്കറിയാത്തത്. കാരണം എവിടെ തൊട്ടാൽ എവിടെ വേദനിക്കുമെന്ന് ഈ വിളിച്ചവർക്ക് അറിയായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഇന്ത്യൻ പൗരനാണ് സാർ. എന്നെ എവിടെ തൊട്ടാലും ഞാൻ വേദനിക്കില്ല സാർ. എന്നെ വേദനിപ്പിക്കാൻ ഈ തീവ്രവാദികൾക്ക് പറ്റൂല. കാരണം എന്നെ വിളിച്ചത്, എന്റെ മകളെ വിളിച്ചിട്ട് ചോദിച്ചത്, നിന്റെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ഉടനെ തരണം, വേർ ഈസ് ഹി, വാട്ട് ഈസ് ഹിസ് കോൺടാക്ട് നമ്പർ എന്നൊക്കെയാ ചോദിച്ചത്. എന്നെ ശരിക്കും പറഞ്ഞാൽ വധഭീഷണി എന്നല്ല പറയുന്നത്. അതായത് ദേ വാണ്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഓൺ മീ. അതായിരുന്നു അവരുടെ ആവശ്യം. പെട്ടെന്ന് ആ അവള് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴെ വന്നു, പറഞ്ഞു, ഇതുപോലെ പറഞ്ഞു. അപ്പോഴത്തേനും അത് ഫോൺ കട്ടാക്കി. ഞാൻ SBCID എന്നാണ്, CBCID എന്നാണ്, ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഉടനെ ഞങ്ങളത് ട്രൂ കോളറിലൊക്കെ ഇട്ട് നോക്കുമ്പോൾ അത് പാകിസ്ഥാൻ എന്നുള്ളൊരു കോളായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിൽ പറഞ്ഞു, ഇത് സാരമില്ല, ഒരു പോലീസ് കംപ്ലൈന്റ് വേണോ ചോദിച്ചു. അവരാരും പറഞ്ഞു വേണ്ട, ഇത് പെൺകുട്ടിയുടെ ഒക്കെ അവരുടെ കൂട്ടിയിട്ട് സ്റ്റേഷനിലൊക്കെ പറഞ്ഞു പറഞ്ഞു. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ നുസ്രത്ത് മേഡത്തിന് ഞാനൊരു ഇതിട്ടു, ഞാൻ ഈ നമ്പറിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ മകൾക്ക് എന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞു. മേഡം പറഞ്ഞു, എനിക്കും ഇതേ നമ്പറിൽ നിന്ന് ഇതേ ആൾ എനിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ദെൻ ഐ ഗോട്ട് റിയലി ഇറിറ്റേറ്റഡ്. എനിക്ക് പേടിയല്ല സാർ, ഞാൻ പേടിക്കൂല സാർ. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഞാൻ പേടിക്കൂല. പക്ഷെ ഐ ഗോട്ട് ഇറിറ്റേറ്റഡ്. ഇമ്മീഡിയറ്റ്ലി ഞാൻ പോയി തമിഴ്നാട് പോലീസിൽ, നമ്മുടെ താമ്പരത്താണ്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. അന്നേരം തന്നെ, ഞാൻ തമിഴ്നാട് ഗവൺമെന്റിൽ നിന്ന് ഇത്രയും നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല. അന്നേരം തന്നെ അടുത്ത 10 മിനിറ്റിനുള്ളിൽ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. ഇതാണ് അതിന്റെ പ്രൂഫ്. തീർച്ചയായും ഇത്രയും രാജ്യസ്നേഹമുള്ള ഒരു ഗവൺമെന്റ്, തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, അത്രയും നല്ലൊരു മുഖ്യമന്ത്രി, അത്രയും നല്ലൊരു പോലീസ് സംവിധാനം, പോയി അടുത്ത അരമണിക്കൂറിനകം എന്റെ വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഇട്ടു. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. ഈ ഓലപ്പാമ്പിനെ ഒന്നും കാണിച്ചിട്ട് എന്നെ പോലുള്ള ഒരുത്തിനൊന്നും പേടിപ്പിക്കാൻ പറ്റൂല. കാരണം ഞാനൊക്കെ തുനിഞ്ഞ് ഇറങ്ങിയതാണ്. ഈ ഇറക്കം നിർത്തൂല, ഇനിയും നിർത്തൂല സാർ. ഇന്തോ തായ് എന്ന് പറഞ്ഞൊരു കമ്പനി മേഡം ആദ്യം ചൂണ്ടിക്കാണിച്ചു. ഇന്തോ തായ് എന്ന് പറഞ്ഞൊരു കമ്പനി സൗദി ബേസ്ഡ് കമ്പനിയാണ്. സൗദി ബേസ്ഡ് കമ്പനിയാണെങ്കിലും അവർ സൗദി നമ്മളുടെ ശത്രു രാജ്യമൊന്നുമല്ല. പക്ഷേ സൗദി ായിരിക്കണം എന്നില്ലല്ലോ, ഒറിജിനൽ സൗദിക്കാരായിരിക്കല്ലോ. വേറെ എവിടെന്നെങ്കിലും സൗദിയിൽ പോയി സൗദിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ഗവൺമെന്റിനെ പറ്റിക്കാൻ പറ്റും. പിന്നെ ഇന്തോ തായ് പറഞ്ഞൊരു കമ്പനി 2,80,00,000 രൂപ മാസം നഷ്ടപ്പെടുത്തിയിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനം 75 ലക്ഷം ഒരു മാസം. ഈ ബാക്കി പിന്നെ അവിടെയുള്ള എംപ്ലോയീസിന്, അതായത് ദേ ആർ ബ്രേക്കിംഗ് ആൻഡ് വയലേറ്റിംഗ് റൂൾസ് ലോ ഓഫ് ദ ലാൻഡ്. അതായത് നമ്മളുടെ നാട്ടിൽ ഒരു മിനിമം വേജസ് ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ മിനിമം വേജസ് ആക്ട് പോലും കൊടുക്കാതെ ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്തി ശമ്പളം കൊടുക്കാതെ ഈ നമ്മളെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ശമ്പളം കൊടുത്താലേ നല്ല ആൾക്കാരെ കിട്ടും. നല്ല ആൾക്കാരല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവര് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. പിന്നെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോബ് ആണല്ലോ. അപ്പം എല്ലാവരും ഈ ചക്കപ്പഴത്തിന് ഈച്ച പൊതിയുന്ന പോലെ പൊതിഞ്ഞ് അതിന്റെ മേലെ വന്ന് വീഴും. അതേപോലെ ഈ ഹവാസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് സാർ. അതും ഈ തുർക്കി ബേസ്ഡ് കമ്പനിയാണ്. അതിനെ പറ്റിയിട്ടുള്ള ചർച്ച നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അവർ പല ജോയിന്റ് വെഞ്ചർ നടത്തിയിട്ട് ഏവിയേഷൻ ഫീൽഡിൽ കൈവച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പനി ഉണ്ട് BWFS, അതും വിദേശ കമ്പനിയാണ്. എന്റെ മേഡം പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അത് ഏത് ഗവൺമെന്റ് ചെയ്താലും. പിന്നെ വേറൊരു കാര്യം, ഈ പിന്നെ ഇത്രയും രാജ്യസുരക്ഷ വേണ്ടുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് പഴയ നമ്മുടെ എയർ ഇന്ത്യയും നമ്മളുടെ സംവിധാനങ്ങൾ തന്നെ ഉണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ഈ BWFS-ഉം ഹവാസും സെലബി മാറിയപ്പോ ഇപ്പൊ എയർ ഇന്ത്യ തന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ അല്ലേ? ഇല്ല സാർ, അത് എല്ലാ സ്ഥലത്തും എയർ ഇന്ത്യയൊന്നും ഏൽപ്പിച്ചിട്ടില്ല. എന്നാലും അത് സ്റ്റാഫ് ഉണ്ടാവില്ല. അതൊക്കെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടതല്ലേ. ഞാൻ ഈ ജനൻ TVനെ ശരിക്കും ഇത് എനിക്കും ഇപ്പൊ 3 ദിവസമായി ഞാൻ ഈ ചാനലിൽ ഇതേ സമയത്ത് ഇരിക്കുന്നത്. പല ആൾക്കാരും പറയുന്നത്, നീ എന്താ BJP ആണോ? ജനൻ ചാനലിൽ വന്നു കഴിഞ്ഞാൽ BJP ആവോ? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ
സാർ റെജി ലൂക്കോസ് സാർ എന്താ BJP ആണോ? അല്ലല്ലോ, നല്ല ഒന്നാന്തര കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. പക്ഷേ ഇത് തുറന്ന് പറയാനും തുറന്ന് ഗവൺമെന്റിൽ അറിയിക്കാനും എടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ജനം ചാനലിൽ പോകുന്നത്. ഇത് ആരും വിചാരിക്കേണ്ട, ജനം ചാനൽ ആരും കാണുന്നില്ല, അത് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എന്നോട് കിട്ടിയ അഭിപ്രായം പറഞ്ഞത്, ഇത് നേരെ മറിച്ച് നീ വേറെ ഏതെങ്കിലും ചാനലിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ജനത്തിന്റെ കൂടെയാണ് ഞാൻ, കാരണം ഞാൻ ജനത്തിന്റെ ഒരു ഇതാണ്, ഞാൻ സത്യസന്ധമായ വാർത്ത കൊടുക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്നെ പോലുള്ള ഒരു സാധാരണക്കാരൻ കൊടുക്കുന്ന വാർത്ത ഇത്രയും വലിയ ലെവലിൽ, പ്രധാനമന്ത്രി ലെവലിലും സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ലെവലിലും DGCA ഡയറക്ടർ ജനറലിലും ഒക്കെ എത്തി, BCASന്റെ ഡയറക്ടർ ജനറൽ ഒരു കമ്പനിയുടെ ലൈസൻസ് 1 മിനിറ്റ് കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാ സാർ ഈ തുർക്കിയെ സഹായിക്കുന്നത്? എന്റെ ഒരു ചെറിയ സംശയമുണ്ട്. ആ ചോദ്യം തെറ്റിദ്ധരിക്കാൻ പാടില്ല സാർ, നമ്മുടെ റെജി ലൂക്കോസ് സാറിനും കൂടിയാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആദ്യം തന്നെ ഐ ബെഗ് യുവർ പാർഡൺ സാർ. നമ്മുടെ കേരള ഗവൺമെന്റ് തുർക്കിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ സാർ അത് കൊടുത്തത്? അന്നേരം സാർ പറയുന്ന ഉത്തരം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ദയവേച്ച് ഞാൻ ചോദിക്കുന്നതാണ്, എനിക്ക് സംശയം, ഈ തുർക്കിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തു നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അടുത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനും അതിൽ ആ ഗവൺമെന്റിന്റെ ഒരു വളരെ വിശ്വാസിയാണ്, നല്ല ആളാണ്. പക്ഷേ നമ്മളുടെ പൈസ എന്തിനു കൊടുത്തു? തുർക്കിക്ക്. അതേപോലെ കഴിഞ്ഞ മാസമല്ലേ സാർ തായ്ലൻഡിൽ ഒരു ഭൂകമ്പം ഉണ്ടായത്? അവിടെ ഒരു 10 പൈസ കൊടുക്കാൻ പറ്റിയോ നമ്മൾക്ക്? എന്തുകൊണ്ടാണ് സാർ അത് തായ്ലൻഡിനും തുർക്കിക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാർ? എല്ലാം മനുഷ്യരല്ലേ. നമ്മളുടെ ഇടത്തോട്ട് തിരിഞ്ഞ തുർക്കി, വലത്തോട്ട് തിരിഞ്ഞ തായ്ലൻഡിൽ ഭൂകമ്പം ഉണ്ടായിട്ട് 1000 മരിച്ചു, ഒരു 5 പൈസ കൊടുക്കൂല. തുർക്കിയിൽ ഒരു 10 ആള് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ 10 കോടി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഗവൺമെന്റിനെതിരല്ല, തീരുമാനങ്ങൾക്കെതിരാണ്, ഒരു സംശയമില്ല കാര്യത്തില്. ഗവൺമെന്റിന് ഞാൻ എതിരല്ല, ഇന്ത്യ സംവിധാനത്തിലുള്ള ഗവൺമെന്റിന് ഞാൻ എതിരല്ല, തീരുമാനങ്ങൾക്ക് ഞാൻ എതിരാണ്. ഇതുപോലെ ഇനി ഒരുപാടുണ്ട് സാർ. ഇപ്പം നമ്പ്യാർ സാർ, ഇപ്പം നമ്മൾ വെടി തുടങ്ങിയതേ ഉള്ളൂ, വെടി പൊട്ടിയിട്ടില്ല. ഇനി ഞാൻ ഇതിപ്പം ഇത്രയും ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനും, നുസ്രത് ജഹാൻ മേഡത്തിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനും, സജ്ജാദ് എന്നാണ് അയാളുടെ പേര് ഞാൻ കണ്ടത്. അത് ഞാൻ ജാതി പേര് കൊണ്ട് പറയുന്നതല്ല, സജ്ജാദ് എന്നാണ് കണ്ടത്. മേഡം അത് കൺഫേം ചെയ്തിട്ടുണ്ട്, അതേ നമ്പറിൽ തന്നെയാണ് വന്നത്. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. എനിക്കറിയാം എന്റെ ഈ ഗവൺമെന്റ്, ഇത് ഞാൻ രാഷ്ട്രീയമേ അല്ല പറയുന്നത്, ഈ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഇത്ര ചങ്കുറപ്പുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുള്ളപ്പം ഞങ്ങളുടെ ഒന്നും ഒരു രോമം തൊടാൻ ഈ തുർക്കിക്കാരനോ ഈ പാകിസ്ഥാനിക്കോ ഈ തീവ്രവാദിക്കോ പറ്റൂല സാർ. എനിക്ക് അത്രയും വിശ്വാസമുണ്ട് സാർ. ഞാൻ ഇനിയും തുടരും സാർ, ഇനിയും തുടരും. ഞാൻ ഇത് തൊട്ടത് മാത്രമേ ഉള്ളൂ, ഇനിയാണ് ഇതിന്റെ ശരിക്കുള്ള വരല്. എത്ര തീവ്രവാദി വേണമെങ്കിൽ വിളിച്ചോട്ടെ സാർ. നമുക്ക് അന്വേഷിച്ച് പോണം മോഹൻ സാർ, നമുക്ക് പോണം. എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ സാർ. പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യമാണെന്ന് നമുക്ക് പണ്ട് മുതലേ അറിയാം. ശത്രുവിന്റെ മിത്രം നമ്മുടെ ശത്രുവല്ലേ? തീർച്ചയായും. അതാണ് ആ ആംഗിളിലാണ് കണ്ടത്. ശത്രുവിന്റെ ശത്രു നമ്മളുടെ ശത്രുവിന്റെ മിത്രം നമ്മളുടെ ശത്രുവാണെങ്കിൽ നമ്മളുടെ കാശ്, നമ്മളുടെ കേരളത്തിലെ കുട്ടികൾ കഞ്ഞി കുടിക്കേണ്ട പൈസ എന്തിനാ സാർ തുർക്കി രാജ്യത്തിന് കൊടുത്തത്? എനിക്കറിയാം, എനിക്ക് വേദനയുള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്ത് കാര്യം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ശ്രീ റെജി ലൂക്കോസിനോട് ഞാനത് ചോദിക്കാതിരിക്കുന്നു, പക്ഷെ അതിന് മുമ്പ് തന്നെ മോഹനൻ സാർ അത് ചോദിച്ചു. പക്ഷേ ഇല്ല സാർ, ഒരു കാര്യം കൂടെ പറയാം. അത് ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒരു പൈസയും ആ രാജ്യത്ത് പോയിട്ടില്ല, ഈ കേരളം ഒഴികെ. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, ഒരു കേരളത്തിൽ ജനിച്ചു വളർന്നുള്ള ഒരാൾക്ക്, ഒരു മലയാളി എന്ന നിലക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് സാറ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമുക്ക് ചോദിക്കട്ടെ.